ഏറെ രഹസ്യ സ്വഭാവമുള്ള പ്രക്രിയയാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കൽ. നിലവിലെ പോപ്പ് മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ സ്ഥാനം ഒഴിയുമ്പോഴോ ആണ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് സാധാരണ നടക്കുന്നത്. പോപ്പ് പദവിയിൽ നിന്ന് രാജിവെക്കുന്നത് അത്യപൂർവമായ സന്ദർഭങ്ങളിലാണ്. പ്രായക്കൂടുതലോ അനാരോഗ്യപരമായ അവസ്ഥകളിൽ മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. 2013 ബെനഡിക്ട് 16 മാർപ്പാപ്പ അനാരോഗ്യകരമായ കാരണങ്ങളാൽ സ്ഥാനമൊഴിഞ്ഞിരുന്നു. അങ്ങനെ സ്ഥാനമൊഴിയുന്ന കാലഘട്ടം സെഡേ വാക്കാൻഡെ എന്നാണ് അറിയപ്പെടുന്നത്. വത്തിക്കാനിലെ അപ്പസ്തോലിക് പാലസിനുള്ളിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാമോദിസ സ്വീകരിച്ച കത്തോലിക്ക സഭാ വിശ്വാസിയായ ഏതു പുരുഷനും മാർപ്പാപ്പയാകാൻ യോഗ്യതയുണ്ടെങ്കിലും 1378 തുടങ്ങി കർദിനാൾമാർ മാത്രമാണ് പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് ക്രമങ്ങളെ കുറിച്ച് പറയാം. കർദിനാൾമാരെ റോമിലേക്ക് ക്ഷണിക്കുന്നതാണ് ആദ്യപടി. 80 വയസ്സിന് താഴെ പ്രായമുള്ള കർദിനാൾമാർക്കാണ് വോട്ടവകാശത്തിന് അർഹതയുള്ളൂ. കർദിനാൾമാരുടെ ഈ ഒത്തുചേരലിനെ കോൺക്ലേവ് എന്നാണ് വിളിക്കുന്നത്. അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ഒത്തുകൂടലാണത്. ഇങ്ങനെ ഒത്തുകൂടുന്ന കർദിനാൾമാർ പുറലോകവുമായി ബന്ധപ്പെടില്ലെന്നും വിവരങ്ങളെല്ലാം അതീവ രഹസ്യമായി എന്നും സൂക്ഷിക്കുമെന്നും ആദ്യം പ്രതിജ്ഞയെടുക്കുന്നു. അവർ വത്തിക്കാനിലെ തന്നെ താമസ കേന്ദ്രത്തിൽ തങ്ങുകയും മൊബൈൽ, ഇന്റർനെറ്റ്, മറ്റു വാർത്താവിനിമയങ്ങളെല്ലാം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യ ദിവസം ഒരു റൗണ്ട് വോട്ടെടുപ്പ് നടക്കും. ആ വോട്ടെടുപ്പിൽ ആർക്കും 2 വോട്ടുകൾ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 2, ഉച്ചയ്ക്ക് 2 എന്നിങ്ങനെ വോട്ടെടുപ്പ് നടത്തും. ഇക്കുറി 133 കർദിനാൾമാരാണ് വോട്ട് ചെയ്തത്. പോപ്പിനെ തെരഞ്ഞെടുക്കാൻ 2 ഭൂരിപക്ഷം വേണം. അതായത് ഇക്കുറി 89 വോട്ടാണ് ഭൂരിപക്ഷമായി വേണ്ടിയിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിൽ ചാപ്പൽ കവാടം പൂർണ്ണമായും അടയ്ക്കുന്നു. ചതുരാകൃതിയിലുള്ള പേപ്പറിൽ മാർപ്പാപ്പയാകേണ്ട ആളുടെ പേരെഴുതി 2 തവണ മടക്കി അൾത്താരയിൽ വെച്ചിട്ടുള്ള ട്രേയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കർദിനാൾമാരും നിക്ഷേപിക്കുന്നു. സാധാരണയായി 3 കർദിനാൾമാരെയാണ് വോട്ടെണ്ണലിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കർദിനാൾമാർ ഓരോ ബാലറ്റും പരിശോധിച്ച് അതിലെ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞ് എണ്ണും. 3ൽ 2 ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ സൂചിയും നൂലും ഉപയോഗിച്ച് ആ ബാലറ്റുകൾ തുന്നിക്കെട്ടി മാറ്റിവെക്കും. ശേഷം അടുത്ത വോട്ടിങ്ങിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. തുന്നിക്കെട്ടിയ ഈ ബാലറ്റുകൾ കത്തിക്കുമ്പോൾ സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിലൂടെ പുക പുറത്തുവരും. ഈ പുക കറുത്തതാണോ വെളുത്തതാണോ എന്നതാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തോ ഇല്ലയോ എന്ന കാര്യം പുറത്തുള്ള വിശ്വാസികൾക്ക് ബോധ്യമാകുന്നത്. കറുത്ത പുകയാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നും വെളുത്ത പുകയാണെങ്കിൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തുവെന്നുമാണ് അർത്ഥം. പുകയുടെ കറുപ്പിനും വെളുപ്പിനും വേണ്ടി പ്രത്യേക രാസവസ്തുക്കൾ ചേർക്കും. വെളുത്ത പുക ഉയർന്നാൽ മണി ഉച്ചത്തിൽ മുഴങ്ങും. ഭൂരിപക്ഷം നേടി തെരഞ്ഞെടുക്കപ്പെട്ട കർദിനാളിനോട് കോൺക്ലേവിലെ മുതിർന്ന കർദിനാൾ മാർപ്പാപ്പയാകാൻ സമ്മതമാണോ എന്ന് ചോദിക്കും. സമ്മതം അറിയിക്കുന്നതോടെ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ശേഷം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്മാവിൽ വന്ന് കർദിനാൾമാരുടെ ഡീൻ നമുക്ക് പുതിയ മാർപ്പാപ്പയെ ലഭിച്ചു എന്ന വാർത്ത വിശ്വാസികളെ അറിയിക്കും. ഹബേമൂസ് പാപ്പ എന്നാണ് ലത്തീൻ ഭാഷയിൽ ആ വാർത്ത അറിയിക്കുന്നതിന്റെ ശരിയായ പ്രയോഗം. പിന്നാലെ പുതിയ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് എത്തുന്ന നിയുക്ത മാർപ്പാപ്പ വിശ്വാസികളെ ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു.